പിടിച്ച ഓട്ടം. രാവിലെ കാസർഗോട്ടെങ്കിൽ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തുനിന്ന് ശത്രുക്കളും മിത്രങ്ങളും അല്പം തമാശ കലർത്തി പറയും. അതാണ് രാഷ്ട്രീയ കേരളത്തിന് ഉമ്മൻചാണ്ടി എന്ന പ്രതിപക്ഷ നേതാവ്. 1970 തെരഞ്ഞെടുപ്പിന് ശേഷം പുതുപ്പള്ളിയുടെ MLA ആയി ഒരു 27കാരൻ സഭയിലേക്ക് കയറി വന്നപ്പോൾ സഹപ്രവർത്തകർ ഒരുപക്ഷെ അമ്പരന്നിട്ടുണ്ടാകാം. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കൈകളിൽ 4 പതിറ്റാണ്ടിനിപ്പുറവും പുതുപ്പള്ളി ഭദ്രമാണ്. പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞെന്നാൽ ജീവനും. 1943 ഒക്ടോബർ 31 കോട്ടയത്തിനടുത്ത് കുമരകം പുതുപ്പള്ളി കരോട്ടു വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബി ചാണ്ടിയുടെയും രണ്ടാമത്തെ മകനായാണ് ഉമ്മൻചാണ്ടിയുടെ ജനനം. സ്കൂൾ പഠനകാലത്ത് അഖില കേരള ബാലജന സഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. തുടർന്ന് KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. 1965 KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, 67 സംസ്ഥാന പ്രസിഡന്റും. 1969 ആയപ്പോൾ ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി. 1970 27-ാം വയസ്സിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് ജനവിധി തേടുന്നത്. തികച്ചും യാദൃച്ഛികമായാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാകുന്നത്. അന്നത്തെ ഐക്യമുന്നണി ഘടകകക്ഷിയായ RSPയുടേതായിരുന്നു അന്ന് പുതുപ്പള്ളി സീറ്റ്. പക്ഷേ 1970 തെരഞ്ഞെടുപ്പിൽ RSPക്ക് പുതുപ്പള്ളിയിൽ യോജിച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ല. അങ്ങനെ സീറ്റ് കോൺഗ്രസിന്റെ കയ്യിലെത്തി. അത് പിന്നീട് ഉമ്മൻചാണ്ടിയിലേക്കും. കന്നി അംഗത്തിൽ കരുത്തു തെളിയിച്ച ഉമ്മൻചാണ്ടി പുതുപ്പള്ളിക്കാരുടെ അനുഗ്രഹാശിസുകളോടെ നിയമസഭയിലേക്ക്. വർഷം 40 പിന്നിടുന്നു. പുതുപ്പള്ളിക്കാർക്ക് ഇന്നും ഉമ്മൻചാണ്ടി എന്നാൽ ജീവനാണ്. അവിടുത്തെ ഓരോ കുടുംബത്തിലും കുഞ്ഞുഞ്ഞ് പ്രിയപ്പെട്ട കുടുംബാംഗത്തെ പോലെ ഇടപെടുന്നു. അവർക്ക് തങ്ങളുടെ പ്രതിനിധിയെ മടുക്കുന്നില്ല, മാറ്റണമെന്ന് തോന്നുന്നുമില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ ബന്ധത്തിന് ദൃഢതയേറുകയാണ്. വയലാർ രവി, ഉമ്മൻചാണ്ടി, AK ആന്റണി ത്രയം യുവത്വത്തിന്റെ തീക്ഷ്ണതയോടെ കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞടിച്ചിരുന്ന കാലം. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതകാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടങ്ങളിലൊന്നായിരുന്നു അത്. K കരുണാകരൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാൻ യുവ നേതാക്കൾ സംസ്ഥാനമൊട്ട് കോടി നടന്നപ്പോൾ ഉമ്മൻചാണ്ടിയും മുന്നിൽ നടന്നു. സൗന്ദര്യ സംരക്ഷണത്തിൽ ശ്രദ്ധ വയ്ക്കാതെ അല്പം കീറിയ ഷർട്ടിട്ട് പോലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ ജീവിതത്തിലെ വേറിട്ട കാഴ്ചയായിരുന്നു. ആദ്യകാലത്ത് കീറിയ ഷർട്ടിടേണ്ടി വന്നത് ദാരിദ്ര്യം കൊണ്ടായിരുന്നുവെങ്കിൽ നല്ല കാലം വന്നപ്പോഴും ശ്രദ്ധ ജനസേവനത്തിലായിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഷർട്ടിന്റെ സൗന്ദര്യം നോക്കാനായില്ല. ഇപ്പോഴും അതിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ആ മുടിയുടെ സ്റ്റൈലായിരുന്നാലും ഇപ്പോൾ ഡ്രസ്സ് ധരിക്കുന്നതിൽ പോലും ഇപ്പോഴും ശത്രുക്കൾ പറയാറുണ്ട്, ഉമ്മൻചാണ്ടി സാർ പലപ്പോഴും പുതിയ ഷർട്ട് വാങ്ങിയാൽ അത് കീറിയിട്ട് ഇടുകയാണ് പതിവ് എന്നുള്ളത്. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റൈല് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാനിടയാ? ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ പൊതുപ്രവർത്തനങ്ങൾ അങ്ങ് വഴി ആദ്യം ബാലജന സഖ്യത്തിനായിരുന്നു എൻ്റെ പ്രവർത്തനം. അത് കഴിഞ്ഞ് വിദ്യാർത്ഥി പ്രവർത്തനമായി KSU യൂത്ത് കോൺഗ്രസ്. അവൻ വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ ഒരു തിരക്കിട്ട ഒരു പ്രവർത്തനമായിട്ടുള്ള ഇത് വന്നു. അപ്പം ഞാൻ വ്യക്തിപരമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സമയം അധികം ചെലവഴിച്ചിരുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് സമയം ഞാൻ കുറയ്ക്കുന്നത് ആ കാര്യത്തിലാണ്. അങ്ങനെ വരുന്നതുകൊണ്ട് ഒരു അലക്ഷ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പിന്നെ സമയം തെറ്റിയ ഭക്ഷണ രീതികളുമൊക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ ശീലിച്ചു. അതാണ് ഇങ്ങോട്ട് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുതുപ്പള്ളിക്കാർക്കും അടുത്ത സുഹൃത്തുക്കൾക്കുമെല്ലാം ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞാണ്. പുതുപ്പള്ളിക്കാരുടെ ഏതാവശ്യത്തിനും കുഞ്ഞുഞ്ഞു കൂടെയുണ്ട്. കേരളത്തിലുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും കുഞ്ഞുഞ്ഞ് പുതുപ്പള്ളിയിലുണ്ടാകും. ആർക്കും എന്താവശ്യത്തിനും ഇവിടെ വരാം. പരാതികൾ കേട്ടും പരിഹരിച്ചും വിട്ടുപോയ മരണവീടുകളും കല്യാണ വീടുകളും സന്ദർശിച്ചുമാണ് കുഞ്ഞുഞ്ഞ് ഒരു ഞായറാഴ്ച പൂർത്തിയാക്കുക. ചുരുക്കത്തിൽ കുഞ്ഞുഞ്ഞില്ലാതെ പുതുപ്പള്ളിക്കാർക്ക് ഒരാഘോഷവുമില്ല. കുഞ്ഞുഞ്ഞിനും അങ്ങനെ തന്നെ. ശനിയും ഞായറും ഞാൻ നിശ്ചയമായിട്ടും പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കും. മറ്റു ദിവസങ്ങൾ ഏതെങ്കിലും പരിപാടിയുടെ അനുസരിച്ചും എൻ്റെ മറ്റ് പ്രോഗ്രാമിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ചും ഞാൻ പോകും. എങ്ങനെ വന്നാലും ഒരു 3 ദിവസമെങ്കിലും പുതുപ്പള്ളിയിൽ ഉണ്ടായിരിക്കും. അതിൽ ശനിയും ഞായറും എനിക്ക് വളരെ നിർബന്ധമുള്ള ദിവസങ്ങളാണ്. ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ചയും. ഈ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ് താങ്കളെന്ന് പറഞ്ഞാൽ? അത് ശരിയാണ്. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. എനിക്ക് ദൈവവിശ്വാസത്തേക്കാൾ കൂടുതൽ ദൈവഭയമാണ്. നല്ലത് ചെയ്താൽ ഗുണം കിട്ടും, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും. അത്
ആ ഒരു ദൈവവിശ്വാസവും ദൈവഭയവുമാണ് എന്നെ എല്ലാ കാര്യങ്ങളും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പുതുപ്പള്ളിക്കാർക്ക് 100 നാവാണ്. കാലം എത്ര കഴിഞ്ഞാലും കുഞ്ഞുഞ്ഞു മത്സരത്തിനുണ്ടെങ്കിൽ പുതുപ്പള്ളിക്കാർക്ക് മറ്റൊരു നേതാവിനെ കുറിച്ച് ചിന്തിക്കാനേ ആകില്ല. എപ്പം വേണമെങ്കിലും കാണാം, എന്ത് വേണമെങ്കിലും കാര്യം പറയാൻ സാധിക്കാവുന്നതൊക്കെ സാധിച്ചു കിട്ടുമെന്നുള്ള ധൈര്യം ഈ മണ്ഡലത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാം. മണ്ഡലം പോയി അവിടെ കിടന്ന് സ്റ്റേറ്റ് മുഴുവൻ ഇന്ന് അദ്ദേഹത്തെ ഒരു നല്ല നേതാവായിട്ട് കരുതിപ്പോരുന്നു. ഒരിടത്തും ഒരു അപാകതയുള്ളതായിട്ട് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ചുണയായിട്ട് കാര്യങ്ങൾ പറയും, ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് സംസാരിക്കും, ചെയ്യാവുന്ന ഉപകാരങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യും, എന്തെല്ലാം കഷ്ടത വേണമെങ്കിലും സഹിക്കും, രാവുകളില്ലാതെ കഷ്ടപ്പെടും. എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ കാണുന്നത് 2-ാം രാവുണ്ട്. ഈ ഞായറാഴ്ച എന്തെങ്കിലും ഇല്ലാതെ ഇത്ര ആൾ വരൂ, ഒരു 10-400 പേരെങ്കിലും കാണും. നിയമസഭാ സാമാജികനായി വർഷം 40 പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടി മന്ത്രി കസേരയിലിരുന്നത് 5.5 വർഷം മാത്രമാണ്. 1977 ആദ്യമായി മന്ത്രിയായപ്പോൾ കിട്ടിയത് തൊഴിൽ വകുപ്പായിരുന്നു. അധികകാലം ആ കസേരയിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും തൊഴിൽ രഹിതർക്ക് തൊഴിലില്ലായ്മ വേതനമെന്ന ചരിത്രപ്രധാനമായ തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. പൊതുജീവിത വഴിയിൽ കണ്ടുമുട്ടിയ തൊഴിലാളികളാണ് ഇത്തരമൊരു നിർണായക തീരുമാനത്തിലേക്ക് എത്താൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. മറ്റു പല നേതാക്കളിൽ നിന്നും വിഭിന്നനായി സാധാരണക്കാരായ ജനങ്ങളുമായി നിരന്തര സമ്പർക്കവും ബന്ധവും പുലർത്തുന്നു ഉമ്മൻചാണ്ടി. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് നടപടികൾ കൈക്കൊള്ളാനും തനിക്കു കഴിയുന്നതും ഈ ഇടപെടലുകൾ കൊണ്ടാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നു. നിക്കർ പോലീസിനെ പാൻഡിടിച്ചതിന്റെ ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്കാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന 81 ദിവസങ്ങൾക്കിടയിലാണ് ഉമ്മൻചാണ്ടി ധീരമായ ഈ തീരുമാനമെടുത്തത്. ഒരു പരിഷ്കൃത രാജ്യത്ത് അങ്ങനെയൊരു ഡ്രസ്സ് ശരിയല്ല എന്നുള്ള ഇതുണ്ട്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ SI-മാരുടെയും ഡ്രസ്സ് അങ്ങനെയാണ്. SI-മാർക്കും അതായിരുന്നു. പക്ഷേ ശ്രീ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ അവർക്ക് പാൻറ് അനുവദിച്ചു. SI-മാർക്ക് ശ്രീ കരുണാകരനാണ് SI-മാർക്ക് പാൻറ് ഡ്രസ്സ് അനുവദിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നൊരു നല്ല മാറ്റമായിട്ട് തോന്നി. അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം തിരിച്ച് എനിക്ക് ഹോം മിനിസ്റ്ററായിട്ട് വന്ന് എനിക്ക് 81 ദിവസമേ കിട്ടിയുള്ളൂ. പക്ഷേ ആ കിട്ടിയ സമയത്തിനുള്ളിൽ എനിക്ക് ഈ ആശയം നടപ്പിലാക്കണം എന്ന് തോന്നി. ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു. അതിന് അനുകൂലമായിട്ട് പറഞ്ഞവരുണ്ട്, എതിര് പറഞ്ഞവരുണ്ട്. അപ്പം അങ്ങനെ പാൻറ്റ് വരുമ്പോഴത്തേക്ക് ക്യാപ്പ് വേണം. അപ്പം അത് സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ വിധത്തിലുള്ള ചർച്ചയും എല്ലാ തലത്തിലുള്ള ചർച്ചയും നടത്തിയതിന് ശേഷമാണ് ആ തീരുമാനമെടുത്തത്. പൊതുജീവിത രംഗത്ത് അരനൂറ്റാണ്ട് തികയ്ക്കാൻ ഒരുങ്ങുമ്പോഴും 1970 യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായതൊഴിച്ചാൽ ഉമ്മൻചാണ്ടി ഇതുവരെ സുപ്രധാനമായ പാർട്ടി പദവികളൊന്നും വഹിച്ചിട്ടില്ല. 2001 UDF കൺവീനറായി. തനിക്കു കിട്ടുന്ന പദവി മറ്റൊരാളിൽ നിന്നും തട്ടിയെടുത്തതാകരുത് എന്ന നിർബന്ധമുണ്ട് ഉമ്മൻചാണ്ടിക്ക്. ആദർശവിശുദ്ധിയുടെ കരുത്തിൽ ജനമധ്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി ആരോപണങ്ങൾക്ക് പോലും അന്യനാകുന്നു. ഞാൻ ആദ്യകാലത്ത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം എനിക്കറിയാം. നാട്ടിലെത്തിയാൽ ഉമ്മൻചാണ്ടി നേതാവല്ല, പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞാണ്. അവിടെയുള്ള മരണത്തിനും കല്യാണത്തിനും അടിപിടിച്ച് എന്തിനും ഉമ്മൻചാണ്ടി നാട്ടുകാരുടെ സഹായത്തിന് ഉപയോഗിക്കും. അവിടെ ഉമ്മൻചാണ്ടി നേതാവല്ല, കോൺഗ്രസ്സുകാരനല്ല, എല്ലാവരുടെയും ആളാണ്. ഉമ്മൻചാണ്ടി വോട്ട് ചെയ്യുന്നവരെല്ലാം കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കടുത്ത് ശത്രുക്കൾ വോട്ട് ചെയ്യാറുണ്ട്. അതാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയ പ്രവർത്തനം. അത് വിദ്യാർത്ഥിക്കാലത്ത് തുടങ്ങി ഇന്നും നിലനിർത്തുന്നു. ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിലും കഴിയുന്നത്ര ഞായറാഴ്ച ദിവസങ്ങളിൽ പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി മാത്രം നീക്കിവെക്കാൻ ഞാൻ ശ്രമിക്കും. അവിടുത്തെ ഓരോ പ്രശ്നങ്ങളും ഒരു ചെവി കൂടെ കേൾക്കും, മറു ചെവി കൂടെ കേൾക്കും. ഒരു അത്ഭുതകരമായ ഒരു ജനകീയ പ്രവർത്തന ശൈലിയാണ്. ഒരാൾ ഇവിടെ പറയും, ഒരാൾ അവിടെ പറയും. ഞാൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും അന്ന് ഉമ്മൻചാണ്ടിയെ കൊണ്ട് സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രവാഹമായിരുന്നു. അങ്ങനെയുള്ള ജനകീയ പ്രവർത്തനമാണ്. അത് കേരളത്തിലുടനീളമുണ്ട്, പുതുപ്പള്ളി ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ ഇന്ന് പ്രമുഖൻ ഉമ്മൻചാണ്ടിയാണ്. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വ്യക്തിപരമായ ഏറ്റവും അടുപ്പമുള്ള ആൾ ഉമ്മൻചാണ്ടിയാണ്.
പക്ഷെ അത് കേരളത്തിൻ്റെ പ്രശ്നം. നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും പകലും രാത്രിയും ഉറങ്ങുന്ന സമയം കുറവാണ്, ഭക്ഷണം കഴിക്കുന്ന സമയം കുറവാണ്. അങ്ങനെ നിരന്തരമായി ഘടനാസാധ്യതകൾ. രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇറങ്ങി വന്ന 1957 മുതൽ ഞങ്ങൾ ഒരുമിച്ച് KSUവിൽ അദ്ദേഹം വന്ന് പ്രവർത്തിച്ച കാലം മുതൽ ഉള്ള അഭേദ്യമായ സ്നേഹബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. മുഖ്യമന്ത്രിയായി ഇപ്പോൾ പലവട്ടമായി പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്. കൂടുതൽ സംഭാവനകൾ നമ്മുടെ നാടിന് ചെയ്യാൻ കഴിയുന്ന ഭാവനാസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്നതിൽ ഞാൻ അത്യധികം ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളർന്നു വന്നത് KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെയാണ്.